നമസ്കാരം. ഇത് നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം രാമായണ മാസമാണ്. അപ്പം മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഇതുപോലെ ഒരു മാസം രാമായണത്തിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ആളുകളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് രാമായണം. മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നമ്മൾ രാമായണത്തിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതിനൊരു കാരണങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ ഇന്നത്തെ പോലെ അന്ന് സർവീസ് സെക്ടർ കൊണ്ട് ജീവിച്ചു വന്ന നാടായിരുന്നില്ല മുമ്പ്. ഈ രാമായണമൊക്കെ നമ്മുടെ നാട്ടിൽ പ്രചരിച്ചു വന്ന കാലഘട്ടത്തിൽ അന്ന് അഗ്രികൾച്ചറായിരുന്നു, കൃഷിയായിരുന്നു നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഉപജീവനമാർഗം. അപ്പം ഈ കർക്കിടക മാസത്തിൽ കാര്യമായി കാർഷിക വൃത്തിയിലൊന്നും ആളുകൾക്ക് ഏർപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ആളുകൾ വീട്ടിൽ തന്നെ പൊതുവേ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ രീതിയിൽ കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. പിന്നെ ഈ കച്ചവടമാണെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള കച്ചവടമായിരുന്നു അന്ന് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. അപ്പം ലിമിറ്റഡ് ആയിട്ടുള്ള കച്ചവടമാകുമ്പോൾ സ്വാഭാവികമായും മഴക്കാലത്ത് കച്ചവടമൊക്കെ നടത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ നാട്ടിൽ അന്നൊക്കെ ഇടവഴികളാണുള്ളത്. ഇടവഴികൾ പണ്ടത്തെ ജനറേഷൻ അറിയാം. രണ്ട് വലിയ എന്താണ് പറയുക, പറമ്പുകൾക്കിടയിലൂടെയുള്ള ഒരു വെള്ളമൊഴുകി പോകുന്ന ചാലാണ്. ഈ ചാലുകളിലൂടെയാണ് ആളുകൾ നടന്നുകൊണ്ടായിരുന്നു ബേസിക്കലി അന്ന് കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ തിരുവിതാംകൂറിൽ മഹാരാജാവൊക്കെ വന്നതിന് ശേഷമാണ് കന്യാകുമാരി ഇവിടുന്ന് പത്മനാഭപുരത്ത് തിരുവിതാംകൂറിലേക്കൊക്കെ ഈ വണ്ടികൾക്ക്, കാളവണ്ടികൾക്ക് സഞ്ചരിക്കാവുന്ന റോഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. അപ്പം ഇടവഴികളിലൂടെയൊക്കെ വെള്ളമൊക്കെ കയറി ഒരാൾ പൊക്കത്തിലൊക്കെ ചിലപ്പം വെള്ളം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അന്ന് ഈ കച്ചവടം ആ രീതിയിൽ നടന്നിരുന്നില്ല. അപ്പോൾ പൊതുവെ വളരെ ആളുകൾ മടി പിടിച്ച് വീട്ടിലിരിക്കുന്ന സന്ദർഭമായിരുന്നു. അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ എന്തുകൊണ്ട് രാമായണം വായന ഒരു ആചാരം, ഒരു ശീലം അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനമായി തുടങ്ങിയെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ രാമായണം ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മിക മൂല്യങ്ങളാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്നാണ്. കാരണം ഈ വെറുതെ ഇരിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിലാണല്ലോ എപ്പോഴും ഒരുപാട് ദുഷ്ടചിന്തകളും എന്താണ് പറയുക, എല്ലാ സമയത്തും തോന്നാൻ പാടില്ലാത്ത ചിന്തകളൊക്കെ ഉണ്ടാവുക. അപ്പം ആ സമയത്ത് കർക്കിടകത്തിലെ ക്ലൈമറ്റ് നമുക്കറിയാം, പൊതുവെ ഭയങ്കര തണുപ്പും ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ക്ലൈമറ്റാണ്. അന്നൊക്കെ കൂട്ടുകുടുംബമുണ്ട്, അങ്ങനെ ഒരു വല്ലാത്ത ഇന്ന് കാണുന്ന വ്യവസ്ഥയല്ല എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് മനുഷ്യൻ ധാർമ്മികമായി എപ്പോഴും ഏറ്റവും കൂടുതൽ എന്താണ് പറയുക, ധാർമ്മിക മൂല്യങ്ങളാൽ ഭരിക്കപ്പെടേണ്ട ഒരു സമയമാണ്. കാരണം നമ്മുടെ മനസ്സും ശരീരവും നമ്മളെ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ധാർമ്മിക മൂല്യങ്ങൾ നിരന്തരമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടായിരിക്കാം ഈ കർക്കിടക മാസം തന്നെ രാമായണ മാസമായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ആ സമയത്ത് ആളുകൾ വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അന്ന് ഇതുപോലെ വോളിബോൾ ഇല്ല, ക്രിക്കറ്റ് ഇല്ല, ഫുട്ബോൾ ഇല്ല, വീഡിയോ ഗെയിമില്ല, സിനിമയില്ല, ഇതൊന്നുമില്ലല്ലോ. ഉത്സവങ്ങളില്ല, കഥകളി പോയി കാണാൻ ഉത്സവം വേണ്ടേ. അപ്പോൾ ഒന്ന് വീട്ടിലിരിക്കുന്ന സമയമാണ്, ഇഷ്ടംപോലെ സമയം കിട്ടും. രണ്ട്, ഈ വെറുതെ ഇരിക്കുമ്പോൾ മനസ്സിൽ വേണ്ടാത്ത ചിന്തകളൊക്കെ വരും. അപ്പോൾ അതൊക്കെ മറികടക്കണമെങ്കിൽ ഒരു സോഷ്യൽ മെഡിസിൻ എന്ന രീതിയിൽ രാമായണം വരികയാണ്. അപ്പോൾ രാമായണം എന്തുകൊണ്ട് മഹാഭാരതമല്ല, എന്തുകൊണ്ട് രാമായണം നമ്മൾ ആ രീതിയിൽ എടുത്തു എന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിൽ രാമായണം നൽകുന്ന ഉയർന്ന ധാർമ്മിക മൂല്യങ്ങളാണ്. അതാണ് രാമായണം ബേസിക്കലി നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുമായിട്ട് രാമായണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ രാമൻ്റെ അയനമാണല്ലോ രാമായണം, രാമൻ്റെ യാത്രയാണ്. രാമൻ്റെ യാത്ര, രാമൻ്റെ ജീവിതാനുഭവങ്ങൾ, ദൈവമായ രാമൻ എന്ന് പിന്നെ ഉത്തമനായ രാമൻ, ഉത്തമനായ ഭരണാധികാരിയായ രാമൻ. അപ്പോൾ ദൈവത്തിൻ്റെ അനുഭവങ്ങൾ ആവശ്യമില്ല. അന്ന് അനുഭവങ്ങൾ ദൈവം ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ രാമൻ ദശരഥൻ്റെ മകനായിട്ടാണ് വരുന്നത്, അപ്പോൾ മനുഷ്യനായിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ പരുവപ്പെട്ട് വരുന്ന രാമൻ, ജീവിതാനുഭവങ്ങളിലൂടെ ഞാനാണ് ശരി എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന രാമൻ. ആ രാമൻ്റെ ജീവിതത്തിലെ ഓരോ ഘട്ടവും ഒരു സന്ദേശമാണ്, ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു പാഠമാണ്. ആ പാഠം ഏറ്റവും സിമ്പിളായിട്ടാണ് രാമായണത്തിൽ വാൽമീകി നമ്മളോട് പറഞ്ഞിരുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന ദശാസന്ധികൾ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന ആശങ്കകൾ, ആകുലതകൾ, അതുപോലെ തന്നെ ജിജ്ഞാസ, ആശയക്കുഴപ്പം, ഇതെല്ലാം അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഉയർന്ന ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിക്കാം എന്ന് രാമൻ ഒരു ഉപദേശം എന്ന് നമുക്ക് തോന്നിക്കാത്ത രീതിയിൽ ഒരു ഉപദേശമായിട്ട് രാമായണത്തിലൂടെ, രാമൻ എന്ന മുഖ്യ കഥാപാത്രത്തിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ രാമൻ്റെ ജീവിതം തന്നെ നമുക്ക് എടുത്തു നോക്കാം. എന്തെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് രാമൻ കടന്നുപോയിട്ടുള്ളത്. അപ്പം രാമൻ ഈ പ്രതിസന്ധികളിലുടനീളം രാമൻ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഭാരതത്തിലെ സനാതന സങ്കല്പങ്ങൾക്കനുസരിച്ചിട്ട് നമ്മുടെ ഒരു കുടുംബ ബന്ധങ്ങളുടെ ഒരു കെട്ടുറപ്പും കുടുംബ ബന്ധങ്ങളിലെ ചില ശീലങ്ങളുമുണ്ട്. രാമൻ ഈ ശീലങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും കുടുംബ ബന്ധങ്ങളുടെ ഈ ഒരു ഭദ്രത ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ടാണ് രാമായണത്തിലുടനീളം വരുന്നത്. പഠനമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ രാമൻ്റെ മുന്നിൽ ഒരു മിഷൻ വരികയാണ്. അതായത് തപസ്സിരിക്കുന്ന ഋഷിവര്യന്മാരെ രാക്ഷസന്മാർ അപായപ്പെടുത്തുന്നു. അപ്പം വിശ്വാമിത്രൻ വന്ന് പറയാണ്,
രാജാവ് ഈ കുട്ടികളെ നമ്മളെ കൂടെ അയക്കണം, രാമൻ്റെ നേതൃത്വത്തിലുള്ള കുട്ടികളെ നമ്മളെ കൂടെ അയക്കണം, നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നോക്കണം, ഒരു മടിയും കൂടാതെയാണ് ദശരഥൻ ആ ഒരു വാക്കുകൾ കേൾക്കുന്നതും അദ്ദേഹം രാമനെ അയക്കുന്നു. രാമൻ അതിനുശേഷം പിന്നെ ദശരഥൻ്റെ കൺട്രോൾ വിട്ട് കഴിഞ്ഞാൽ രാമൻ പിന്നെ വിശ്വാമിത്രൻ്റെ കൺട്രോളിലായിരുന്നു. വിശ്വാമിത്രൻ വന്നതനുസരിച്ച് ഈ രാക്ഷസന്മാരെ അദ്ദേഹം ഓടിക്കുന്നു, വധിക്കുന്നു. അതിനുശേഷം വിശ്വാമിത്രൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് സീതാ സ്വയംവരത്തിൽ പങ്കെടുക്കുന്നത്. സീതാ സ്വയംവരത്തിൽ പങ്കെടുക്കുന്നു, സീതയെ ഭരിക്കുന്നു, തിരിച്ച് നാട്ടിൽ വരുന്നു. തിരിച്ച് നാട്ടിൽ വരുമ്പോൾ ഇനിയിപ്പോൾ അടുത്ത രാമൻ തന്നെ രാജാവ് എന്ന് ജനങ്ങൾ ആഗ്രഹിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ ദശരഥനും അത് തന്നെ ആഗ്രഹിക്കുന്ന സമയത്താണ് മന്ദര കുത്തിത്തിരിപ്പുണ്ടാവുകയും കൈകേയി അതിൽ വീണുപോവുകയും ചെയ്യുന്നു. അപ്പം ദശരഥന് താല്പര്യമില്ല രാമനെ കാട്ടിലേക്ക് അയക്കാൻ. ഇനിയിപ്പം കൈകേയി ആഗ്രഹിച്ച പോലെ ഭരതനാണെങ്കിലോ ചേട്ടനെ കൈയൊഴിയാൻ ഒരു താല്പര്യമില്ല, ചേട്ടൻ തന്നെ രാജാവാണോ എന്ന് പറയുന്നു. പക്ഷേ രാമൻ പറയുന്നത് വെച്ചാൽ അച്ഛൻ്റെ വാക്കാണ്, അച്ഛൻ്റെ വാക്ക് പാലിക്കുക എന്നുള്ളത് മകൻ്റെ കർത്തവ്യമാണ്. അത് നമ്മുടെ സിവിലൈസേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ്. അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കുക എന്നുള്ളത് ഞാൻ കൊടുത്തായാലും എൻ്റെ അച്ഛൻ കൊടുത്താലും എൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ വേറെ മറ്റ് സ്ഥലങ്ങളൊക്കെ മുമ്പുണ്ടായിരുന്നു, പക്ഷേ ആധുനികത വന്നതോടുകൂടി അവരിപ്പോൾ വാക്കിനൊന്നും വലിയ വില കൽപ്പിക്കാറില്ല, അപ്പനെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലല്ല, ഇന്നും കൊടുത്ത വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ചില രാഷ്ട്രീയ പാർട്ടികളോടൊക്കെ നമുക്ക് വെറുപ്പ് തോന്നുന്നത്. കാരണം ഈ പ്രകടന പത്രിക എന്നുള്ളത് വെറുതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇലക്ഷൻ സമയത്ത് കൊടുക്കുന്ന ഒന്നാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും അവർ നടപ്പിലാക്കാറില്ല. ഈ പ്രകടന പത്രിക എഴുതി ഉണ്ടാക്കുമ്പോൾ നടപ്പിലാക്കാൻ പറ്റുമെന്ന് ആലോചിക്കാവില്ല, നമ്മൾ വോട്ട് കിട്ടണം. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് അവരോട് വെറുപ്പായി നമ്മൾ പ്രതികരിക്കുകയും ചെയ്തു. അതാണ് ഇന്ത്യയിൽ വന്ന രാഷ്ട്രീയ മാറ്റങ്ങൾക്കൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം. പക്ഷെ നമ്മുടെ ആളുകൾ ഇപ്പോഴും ഒരു വാക്ക് കൊടുത്താൽ പാലിക്കണമെന്ന് നിഷ്കർഷമുള്ള ആളുകളാണ്, അത് പാലിക്കപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരാണ്, അങ്ങനെ അല്ലാത്തവരെ നീചന്മാരെ കാണുന്നവരുമാണ്. അപ്പം ദശരഥൻ്റെ ആ ഒരു വാക്കാണ് സത്യത്തിൽ രാമനെ കാട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്. രാമൻ അത് പൂർണ്ണ മനസ്സോടുകൂടി രാമൻ അത് സ്വീകരിക്കുകയാണ്. രാമൻ കാട്ടിലേക്ക് പോകുന്നു, കൂടെ ലക്ഷ്മണനും സീതയും കൂടി പോകുന്നു. അവിടെ അദ്ദേഹം ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോവുകയാണ്. അവിടെ ഏറ്റവും വലിയ അദ്ദേഹം നേരിട്ട വലിയൊരു പ്രശ്നമായിരുന്നു ഈ പറഞ്ഞതുപോലെ രാവണൻ്റെ സഹോദരി അവിടെ എത്തുന്നത് അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവിടെ രാമൻ എന്താ ചെയ്യുന്നത്? ആ പ്രലോഭനങ്ങൾ വീണുപോയ ഋഷിവര്യന്മാരെ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്, വിശ്വാമിത്രനൊക്കെ വീണു പോയിട്ടുണ്ട്. പക്ഷേ രാമൻ അവിടെ വീണു പോകുന്നില്ല. രാമൻ അവിടെ ഉത്തമനായ ഭർത്താവായിട്ട് രാമൻ നിൽക്കുകയാണ്. അങ്ങനെ അതാണ് പിന്നെ ഈ പറയുന്ന രാവണനുമായിട്ടുള്ള യുദ്ധത്തിലേക്ക് പോകുന്നു. അപ്പം മാരീചൻ്റെ കഥ എടുത്താൽ രാമൻ അറിയാം, പക്ഷേ ഭർത്താവിൻ്റെ ഒരു കടമയുണ്ട്. അതെന്താണ്? ഭാര്യ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണം. അപ്പോൾ മാരീചൻ്റെ പിന്നാലെ അതുകൊണ്ടാണ് രാമന് പോകേണ്ടതായിട്ട് വരുന്നത്. ഇനി ലക്ഷ്മണൻ്റെ കാര്യം എടുത്തു നോക്കൂ. ലക്ഷ്മണൻ്റെ കാര്യമാണ് ഏറ്റവും നമ്മൾക്ക് ഒരു വല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത്. ചേട്ടൻ പറയുന്നത് ചേട്ടത്തിയെ നോക്കി അവിടെ നിൽക്കണം, സീതയെ നോക്കി നിൽക്കണം. പക്ഷെ ചേട്ടത്തി പറഞ്ഞത് ചേട്ടനെ കാണുന്നില്ല, നീ എന്തുകൊണ്ടാണ് ചേട്ടൻ അന്വേഷിച്ച് പോകാത്തത്? നോക്കൂ, അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ചലഞ്ച് നിങ്ങൾ നോക്കൂ. ചേട്ടത്തി സീത അമ്മയ്ക്ക് തുല്യമാണ്, ചേട്ടൻ അച്ഛന് തുല്യമാണ്. അപ്പോൾ രണ്ടുപേരും രണ്ട് വാക്കാണ് പറഞ്ഞിരിക്കുന്നത്. അവസാനം അമ്മയുടെ വാക്ക് കേൾക്കാൻ, അതായത് ചേട്ടത്തിയുടെ വാക്ക് കേൾക്കാൻ ഇട്ടുകൊണ്ട് അദ്ദേഹം അവിടുന്ന് ശ്രദ്ധ വാങ്ങുന്ന സമയത്താണ് സീതയെ തട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ സീതയെ തട്ടിക്കൊണ്ടുപോകാനുള്ള സന്ദർഭം ഉണ്ടാക്കുന്നത് സത്യത്തിൽ സീത തന്നെയാണ്. രാമൻ അവിടെ ഉത്തമ പുരുഷനായി നിൽക്കുന്നു, ലക്ഷ്മണൻ ഉത്തമ പുരുഷനായി നിൽക്കുന്നു. സീത സ്ത്രീ സഹജമായിട്ടുള്ള ആദികളും അതുപോലെ തന്നെ ആശങ്കകളും സീതയെ ഭരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ രാമൻ നൽകുന്ന സന്ദേശം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ ധർമ്മം ജോലി കൃത്യമായി ചെയ്യുക. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന ആൻറ്റിസിപ്പേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നോക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നു, രാവണനെ വധിക്കുന്നു, രാമൻ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് രാമൻ ഉത്തമനായ ഭരണാധികാരിയായിട്ട് നാട് ഭരിക്കുകയാണ്. രാമൻ്റെ ഭരണകാലത്ത് ഒരിക്കൽ പോലും രാമനെ ഒരു രാജാവെന്ന രീതിയിലോ ഒരു ഉത്തമ പുരുഷൻ എന്ന രീതിയിലോ രാമൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുന്നില്ല, ഒരു വീഴ്ചയും ഉണ്ടാവുന്നില്ല. അപ്പം ഇങ്ങനെ രാമൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം നൽകുന്ന സമൂഹ സന്ദേശം ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണ്. ഇൻറ്റഗ്രിറ്റി ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത, മനുഷ്യൻ ജീവിതത്തിൽ പറഞ്ഞ വാക്ക് പാലിക്കേണ്ട ആവശ്യകത, നമ്മുടെ അബോധത്തിൽ പോലും തെറ്റായ ചിന്തകളിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു കരുതൽ, ഇതെല്ലാമാണ് രാമൻ നൽകുന്നത്. അപ്പം മലയാളി ഈ രാമായണം മാസമായി കർക്കിടകത്തെ ആചരിക്കാൻ ഒരു കാരണം, കർക്കിടകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള സാഹചര്യങ്ങൾ മനുഷ്യനെ തെറ്റുകളെ പ്രലോഭിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. ജിയോഗ്രഫിക്കലായിട്ട് നമ്മുടെ ക്ലൈമറ്റിക് കണ്ടീഷൻ അനുസരിച്ചിട്ട്. അപ്പം ആ സന്ദർഭങ്ങൾ ഒരു സോഷ്യൽ മെഡിസിൻ എന്ന രീതിയിലാണ് രാമൻ നിരന്തരമായി നമ്മൾ രാമനെ വായിക്കുമ്പോൾ
ആ സമയത്ത് വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കാണുന്ന രാമായണം വായന കാണുന്ന സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളറിയാതെ ഈ കഥകൾ നൽകുന്ന സാരാംശങ്ങളും നമ്മളിലേക്ക് സന്നിവേശിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയുമാണ്. ഇത് സോഷ്യൽ മെഡിസിനാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ചില സംഘർഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സൈക്യാട്രിസ്റ്റുകളെയൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകളെ കണ്ടിട്ട് നമ്മൾ കൗൺസിലിംഗ് നടത്താറില്ലേ. പണ്ട് അങ്ങനെയുള്ള സൈക്യാട്രിസ്റ്റുകളൊന്നും ഇല്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ സൈക്കോളജി ആ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല. സൈക്കോളജി എല്ലാം തന്നെ ഫിലോസഫിയുടെ ഭാഗമായിട്ടാണ്. ഋഷിവര്യന്മാരാണ് അത്തരമുള്ള കൗൺസിലിംഗ് ഒക്കെ നമ്മുടെ നാട്ടിൽ നടത്തിയിരുന്നത്. അല്ലെങ്കിൽ പിന്നെ വൃദ്ധ ജനങ്ങളാണ്, പിതാമഹന്മാരാണ് നൽകിയിരുന്നത്. അവരെന്ന് വെച്ചാൽ നമ്മുടെ രീതി അനുസരിച്ചിട്ട് ഈ പറയുന്ന കുട്ടിക്കാലം, അത് കഴിഞ്ഞാൽ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഇതൊക്കെയാണല്ലോ. അപ്പം ഈ ഒരു ഘട്ടത്തിലൂടെയാണ് അപ്പം പിതാമഹന്മാർ എന്ന് വെച്ചാൽ സന്യാസികൾക്ക് തുല്യമാണ്. ആ ഒരു ഘട്ടത്തിൽ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി അവസാനം ജീവിതത്തിൻ്റെ അർത്ഥം സ്വാംശീകരിച്ചുകൊണ്ട് നമുക്കൊക്കെ നല്ല ഉപദേശങ്ങൾ നൽകാൻ സ്വയം പക്വരായിട്ടുള്ള, ചരിത്രപരമായിട്ട് തന്നെ ഫിലോസഫേഴ്സും സൈക്കോളജിസ്റ്റുകളായിട്ട് മാറിയ ആളുകളാണ്. അവരാണ് അന്ന് അത്ര ഉപദേശങ്ങൾ നൽകിയത്. അവരുടെ കഥകളിൽ രാമായണത്തിൽ രാമായണത്തിൽ വലിയൊരു പങ്കുമുണ്ട്. ആ കഥകൾ അവരുടെ ഉപദേശങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പം ഒരു സോഷ്യൽ മെഡിസിനാണ് ആ കാലഘട്ടത്തിൽ രാമായണം. ആ സോഷ്യൽ മെഡിസിൻ്റെ പ്രസക്തി ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കാലം മാറി നെല്ലിനോ വന്നു, കാലാവസ്ഥ പ്രതിഭാസങ്ങൾ വലിയ മാറ്റങ്ങൾ വന്നു. ഈ വലിയ തണുപ്പൊന്നും ഇപ്പോൾ ഇല്ല. വയനാട്ടിലൊക്കെ ഇപ്പോൾ തെങ്ങുണ്ടായി തുടങ്ങി. മുമ്പ് വയനാട് തെങ്ങുണ്ടാവില്ലായിരുന്നു. കാരണം തെങ്ങിന് വളരാൻ പറ്റിയ ക്ലൈമറ്റ് കണ്ടീഷൻ ആയിരുന്നില്ല വയനാട്ടിൽ. പക്ഷേ എങ്കിലും രാമായണത്തിൻ്റെ പ്രസക്തി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. കാരണം മനുഷ്യനാക്കുന്ന സനാതന മൂല്യങ്ങൾക്ക് രാമായണം നൽകുന്ന ഊന്നലാണ് അതിനൊരു കാരണം. അതുകൊണ്ട് ഈ രാമായണവും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കൂടുതൽ നല്ല മനുഷ്യന്മാരായി ജീവിക്കാൻ പ്രാപ്തരാക്കുന്നതാണ്. അങ്ങനെ ആക്കുക തന്നെ ചെയ്യും. അങ്ങനെ ആക്കട്ടെ, അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.